എടാ എന്റെ ഷർട്ട്, എനിക്ക് ഇന്റർവ്യൂ ഉള്ളതാ. ഒന്ന് പോയടാ, അതിനേക്കാളും വലിയ പരിപാടിക്കാണ് ഞാൻ പോണത്. വണ്ടി അവിടെ വെച്ചിട്ട് പെട്രോൾ അടിച്ചിട്ടില്ലേ? ഓക്കെ. എടാ വണ്ടിയെങ്കിലും അവിടെ വെക്കറാ. പോടാ. അതെ, പോകുന്നതെല്ലാം കൊള്ളാം, പക്ഷെ കണ്ട വള്ളിയും പിടിച്ചിങ്ങോട്ട് വരരുത്. അവന്റെ ഓരോ ചേച്ചി, ചേച്ചി അഡ്രസ് ഒന്ന് പറഞ്ഞുതരുമോ? ഇതോ? ആ. അയ്യോ, എന്റെ ബാഗ് കള്ളൻ. നിക്കടാ. വാടാ കള്ളൻ. നിക്കടാ. പതിയെ പോടാ. ചേട്ടാ, കള്ളൻ, കള്ളൻ. കള്ളൻ 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 പിടിയോനെ. പെട്രോളും തീർന്നു. പുല്ല്. ഹലോ. എടാ നീ എവിടെടാ? എത്ര നേരടാ വെയിറ്റ് ചെയ്യണു? എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. പെട്രോൾ തീർന്നു പോയി. നീ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ? കുറച്ച് ലേറ്റ് ആവും വരാം. രജിസ്റ്റർ വെയിറ്റിംഗ്, സാക്ഷി ഉൾപ്പെടെ നീ മാത്രമല്ലേ ഉള്ളൂ. ആടാ ഞാൻ എത്തിക്കോളാം. ശരി, ആ വാ വാ വാ. ദേ നിക്കണ കള്ളൻ. വാ വാ വാ. മാറിയില്ലേ? എന്താണ്? നീ അല്ലടാ കള്ളൻ. ആ കൊച്ചിന്റെ ബാഗ് സത്യം പറയടാ, കൊച്ചിന്റെ ബാഗ് എന്താടാ? ചേട്ടാ പറടാ. കാര്യം എന്താ?
ഞാനാ എനിക്കൊന്നും അറിയാം സാർ. എന്താടാ എന്താടാ പ്രശ്നമേ? ഇവൻ ആ പെണ്ണിന്റെ ബാഗ് മോഷ്ടിച്ചു അവനാ സാറേ. ഇവൻ കള്ളനാ. സാർ, ബാഗ് എനിക്കറിയില്ല, മോഷ്ടിച്ചവനാ. ഇവനാ സാറേ? ഞാൻ എടുത്തിട്ടില്ല സാർ. മര്യാദക്ക് പറയടാ. സാർ ആള് മാറിപ്പോയതായിരിക്കും സാർ, ഞാനല്ല. എടാ മോനെ വെള്ളച്ചിലെടുക്കല്ലേട്ടോ. പറയടാ. സാർ സത്യമായിട്ട് ഞാനല്ല സാർ, എനിക്കറിയില്ല. സാറേ നമുക്ക് ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാലോ? നടക്ക്. വേണടാ. സാർ സാർ പ്ലീസ് സാർ. സാർ എനിക്കറിയില്ല സാർ, അതുകൊണ്ടാണ് സാർ. സാർ പ്ലീസ് നീ സാർ. വെള്ളച്ചിലെടുക്കാണ്ട് മര്യാദക്ക് നടക്കടാ. നടക്കാം. എനിക്കറിയില്ല നാട്ടുകാർ ഇവിടെ പിടിച്ചിരുത്തിടാ. സാർ. ഞാനിവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ് സാർ. സാർ എനിക്കറിയില്ല സാർ. എന്തായിട്ടാ സാറേ? അയ്യോ ഇതല്ല കള്ളൻ, ഓ, ഇതല്ല കള്ളൻ. സാർ ഞാൻ പറഞ്ഞല്ലേ സാർ. ഇവൻ ഞാൻ ചോദിക്കടാ, മോള് ഇവനെ ശരിക്കും സൂക്ഷിച്ചു നോക്കി. ഇവൻ തന്നെ ആള്. ഇവൻ തന്നെ ആള്. നീ കണ്ടായിരുന്നാ? ഞാൻ കണ്ട. സാർ, ചുമ്മാ പറയണം സാർ, ഞാനല്ല. സാർ അല്ല സാർ, ഞാൻ കണ്ടതല്ലേ, എനിക്ക് ഉറപ്പാ ഇതല്ല കള്ളൻ. സാർ വിശ്വസിക്കണം സാർ പ്ലീസ്. ഞാനല്ല സാർ, ഞാൻ എടുത്തിട്ടില്ല സാർ. നോണ പറയുന്ന സാറേ ഇവൻ. എടാ ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ഞാൻ കണ്ടതേട്ടാ, എനിക്ക് ഉറപ്പാ ഇതല്ല എന്നാ കള്ളൻ. ഒരു കാര്യം ചെയ്യും, മോള് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതാ, ഞാൻ അന്വേഷിക്കാം. ശരി സാറേ നമുക്ക് അങ്ങോട്ട് പോടാ. എല്ലാരും പോയി. എല്ലാരും പോയി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ പോ എല്ലാം പോ. എടോ എന്നേലും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? വാടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട വേണ്ട എടോ വേണ്ട. എടോ ഞാൻ കാരണല്ലേ, ഞാൻ കൊണ്ടുപോവാം, പ്ലീസ് വാ. എന്റെ പൊന്നോ വേണ്ട. ഹലോ എടി എടി ഞാൻ വരുന്നു. പോയോ? ആ. അയ്യോ എന്നാ പറ്റിയടാ? പക്ഷെ മുഴുവൻ പൂട്ടിയായല്ലോ. നിനക്കതിന്റെ ഷർട്ട് നീ ഇത് കാണുന്നില്ല പട്ടി. നിനക്കതിന്റെ ഷർട്ട് സാറിന് മാറിക്കണം. വേദന ഉണ്ടോടാ? ഹലോ. അടുത്ത എണ്ടി നീ എന്താ വരാഞ്ഞേ? ആ എടാ എന്ത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഇതിനെ പറ്റിയ ഏയ് ചെറുതായിട്ട് കൈയൊന്നും മുറിഞ്ഞു, കുഴപ്പമൊന്നുമില്ലടാ. വൈകുന്നേരം വരില്ലേ? പിന്നെ അല്ല, നമുക്ക് പൊളിക്കണ്ടേ? വെടിവെക്കാൻ ആരാ? ആടാ എത്തിക്കളാം. ആ നീ വരാൻ നോക്ക്. ഓക്കെ ശരി. ആ ശരി ശരി. ശവൻ എന്ത് എടാ ഇത് ജ്യൂസ് എടുക്ക്. ദാ. നീ എന്നാ നാട്ടിലെത്തി? അതെല്ലേ? പാപ്പച്ചി ഇതേ ഇന്നൂസേ ഇനോടെ എടുക്ക്. ജോമോൻ മൈ ബോയ്. എന്താണ് മുത്തേ? കൺഗ്രാറ്റുലേഷൻസ്. അടുത്തേക്ക് എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഓക്കെ ഓക്കെ. ഫാമിലി ഒന്നുമില്ലല്ലേ? ശരി ഓക്കെടാ. എല്ലാവർക്കും കൊടുത്തോ? എടി നീ പ്രിയ വിളിച്ചായിരുന്നോ? ആ അവള് അയ്യോ എത്താറായി, ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം ഒന്നുകൂടെ. എടി നീയേ ആ ഫുഡിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേരെ. ആ അതൊക്കെ സെറ്റാടാ. എന്താണ് വാ എവിടെയായിരുന്നടാ നീ? ഫുഡിന്റെ കാര്യം നോക്കി ശരി. എന്നിട്ട് എവിടെയായിരുന്നടാ? എടാ ചെറിയൊരു വള്ളിക്കട്ട രാവിലെ പറഞ്ഞിട്ട് എന്തുപറ്റി? ഒന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ച് അത്രേ ഉള്ളൂ. ആ കൺഗ്രാറ്റ്സ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണോ? കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അവളുടെ ഫ്രണ്ട് ഉണ്ട് സൂസൻ, അപ്പൊ അവള് പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കി. ഏത് സൂസൻ? അവള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ദേ അതാണ് സൂസൻ. ആ സൂസൻ. നീ വന്നേ. വീട്ടുകാരുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഏയ് ആ സീനൊന്നും പ്രശ്നമില്ല. അല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഫ്രണ്ട്ഷിപ്പ് തന്നെ, അടിയിൽ നിന്ന് എഴുതി കാണിച്ച ഞാൻ മുങ്ങും. ഞാനിവിടെ ഉണ്ടാവേ. എന്തെന്ന്? ഇയാളെന്നെ ഇവിടെ? ആര്? അവനാ? അത് സോളമൻ, ഇവന്റെ ഫ്രണ്ട് അല്ലേ? ഇവനാ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നെ. ഓ ആ സോളമൻ. എനിക്കറിയില്ലല്ലേ. ഇവിടെ എടാ അത് അങ്ങനെയൊന്നും അല്ല. എടാ ഞാൻ വന്നിട്ട് പറയാം. അതെ ദേ ഒന്നുമില്ല. എടോ ഞാൻ കാരണം തനിക്ക് ഇതൊക്കെ സംഭവിച്ചേ. ഞാൻ കല്യാണം നടത്തുന്ന തിരക്കിലായിരുന്നു. അത് പിന്നെ അന്ന് നിൽക്കാൻ പറ്റാഞ്ഞ്.
ഞാനും ഇതിന്റെ ഓട്ടത്തിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. വേനയുണ്ടോ നീ? ശ്ശോ. ഇല്ലില്ല, ഒട്ടുമില്ല. ആ എവിടെ നിന്ന് വരുന്നേ? ഇത് കിട്ടുള്ളൂ. ആ പെട്ടെന്ന് ഇത് കിട്ടിയുള്ളൂ അല്ലേ? എടി കുടുംബക്കാർക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് നീയൊക്കെ മര്യാദക്ക് ജീവിക്കാന്ന് വിചാരിച്ചേ? നടക്കൂ ഇതൊക്കെ? എടാ അഭ്യാസമൊക്കെ നിന്റെ വീട്, ഇതിപ്പോ എന്റെ വീടാ. ആരുടെ വീടായാലും എന്തുവാ, ഇവളെന്റെ പെങ്ങളാന്നുള്ളതായിരുന്നു നിനക്കറിയാവോ? നീ അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നാ. നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ. എടാ ഇതിന്റെ ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ നീ ഏതാ? ഞാൻ ആരായാലും നിനക്ക് എന്താടാ? എടാ നീ ഇതിന്റെ ഇടയ്ക്ക് കയറി കല്യാണം നടത്തി കൊടുത്തതെന്ന് എനിക്കറിയാം. മര്യാദക്കാണ് മര്യാദക്ക്. ഇല്ല പൊന്നു വരെ നിന്നെ വെളിയിലിട്ട് വെട്ടി ഞാൻ. വെളിയിലല്ലടാ, ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ചാ നിന്റെ എല്ലിന്റെ എണ്ണം കൂടും. വിളിച്ചോട് പോടാ. നീയൊന്നും എന്നെ ഒന്ന് ചെയ്തു എടുത്തോടാ. നീ എന്നെ കുറെ ഉണ്ടാക്കും. വണ്ടി കയറാ അവന്റെ തേങ്ങ. ചുമ്മാ ആലമ്പാക്കാൻ വേണ്ടി. വാ എടി നീ എല്ലാരും ചില്ലാവും. ഫുഡ് കഴിക്കടാ. ഇതവിടെ വെച്ച് പാട്ട് വെക്കടാ. പോട്ടെ, കുഴപ്പമില്ല. എടാ നീ ഇന്ന് ഫ്രീ ആണോ? കുറച്ച് പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നീ പറഞ്ഞു, എന്താ കാര്യം? ആ മറ്റേ വിഷ്ണു ഇല്ലേ? ഏത് അന്നാ സീൻ ഉണ്ടാക്കി വിഷ്ണു? ആ അവൻ എന്നോട് കഫേ എന്ത് പോണെന്നൊക്കെ കാര്യത്തിന്? അവൻ ദേ ഇവിടെ വന്ന് സീനാക്കുന്നൊക്കെ ഓ പറയുന്നു. ബെസ്റ്റ്. എന്നിട്ട് അപ്പോ നീ എന്റെ കൂടെ ഒന്ന് വരും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ഓക്കെ വരണേ, വൈകിട്ട് ആ പോവാം. ശരി ശരി, ഞാൻ വരാം. എടാ എന്തായാലും പോവാൻ പറ്റൂല്ലേ? ആടെ ഉറപ്പാന്നേ, എന്തായാലും പോവാം. ഓക്കെ ശരി. എടി അവൻ വന്നിരിപ്പുണ്ട്. ആ നീ എന്തായാലും ധൈര്യമായിട്ട് സംസാരിക്കേ. പറ, 2-3 ദിവസമായിട്ട് നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. അതെനിക്ക് ഇഷ്ടമല്ലാത്ത എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ എന്റെ പിന്നാലെ നടക്കണ്ടെന്ന്. എടാ പണ്ട് നമ്മൾ തമ്മിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. പിന്നെന്താ നീ ഇപ്പൊ ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നത്? ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, എന്നെ കൊണ്ട് പറ്റണില്ല. പറ്റാതിരിക്കാൻ എന്താ? ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, എന്നെ കൊണ്ട് പറ്റണില്ല. ബ്രോ ഞാൻ ഇറങ്ങാണോ? അപ്പൊ ശരി, നെക്സ്റ്റ് വീക്ക്. എടാ നീ വരുന്നോ? പോവാ. അപ്പോ അടുത്ത ആഴ്ച മറക്കരുത്. ശരി, താങ്ക് യു. ബ്രോ ആ സംഭവം കലക്കി. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു ഗിഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. റിയലി? ആ ഓക്കെ. ഫ്രീ ആണെങ്കിൽ വാ. പിന്നെ തീർച്ചയായിട്ടും. നമ്പർ ഉണ്ട്. ഓക്കെ, ഗുഡ് ലക്ക് മാൻ. താങ്ക് യു. താനാള് കൊള്ളാലോടു. ആ തനിക്കിപ്പോ തല്ലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലത്തെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാലോ. എടി നീ എന്തു പോയി കൂടുതൽ ഷോ എന്ന് ഇറക്കല്ലേ മോളെ. നിന്നെ ഒരുത്തനും കെട്ടാൻ പോകുന്നില്ല. നിന്നെ കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും. എടാ അവൾക്ക് ഇഷ്ടമില്ല, പിന്നെ നീ എന്തിനാടാ അവളുടെ പുറകെ നടക്കുന്നത്? എടാ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ നീ ആരാ? ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതിൽ നീ ഇടപെടണ്ട. എടാ അവളൊരു പേപ്പർ കൊടുത്ത നിന്റെ ജീവിതം കൊളന്തോണ്ടു. എടാ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്നെ അന്നേ ഞാൻ ഓങ്ങി വെച്ചതാ എന്റെ പെങ്ങടെ കാര്യം വന്നപ്പോളെ. ഇനി വേണ്ട, നീ വിടുമോനെ, നീ പോ. ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ചൊരു ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അവൾക്ക് മാത്രമല്ല നിന്റെ വീട്ടുകാർക്കും ഒരു പ്രശ്നമാണ്. നീ ഇപ്പൊ പോ. എടാ നീ ചുമ്മാ ഒരു ഇനി വല്ല പ്രശ്നം ഉണ്ടായ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ,
താൻ എന്തായാലും ഇവിടെ ഉണ്ടായത് നന്നായിടോ. ആ വെറുതെ ഷോ ഇറക്കാനായിട്ട്. ഇനിയിപ്പോ എന്തായാലും ഒതുങ്ങിക്കോളും കുറച്ച്. ലേറ്റ് ആയി, ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ് ഡാ. Thank you. ബൈ. ബൈ. എടാ നീ ഓക്കെ അല്ലേ? ആ കുഴപ്പമില്ല. സാരയില്ലാന്ന് സെറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. പിന്നെ ഇതെനിക്ക് സമയം, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. നാൻസി എപ്പോഴും നിന്നെ പിക്ക് ചെയ്യാൻ വരുന്നേ? ഒരു 15 മിനിറ്റ്സ് എന്നാ പറഞ്ഞേ. ഒരു 1/2 മണിക്കൂർ പിടിക്കായിരിക്കും. നീ അപ്പൊ നല്ല പോസ്റ്റ് ആയിരിക്കും അല്ലേ? എന്തായാലും ഒരു കോൾ കോഫിക്ക് ഓർഡർ ചെയ്തിരിക്കും. ഞാൻ ചെല്ലട്ടെ, ഞാൻ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ ശരി. ബൈ. എടോ താൻ അങ്ങോട്ടേക്കാ? ഞാൻ കാക്കനാട്. ആ ഞാനും അങ്ങോട്ടേക്കാ. വാ കേറ്. അല്ല, താ വന്ന് കേറടോ, ഞാൻ കൊണ്ടേക്കാം. ഓക്കേ. ഓക്കെ സെറ്റ് അല്ലേ? ഒരു മിനിറ്റ്. പോവാം. ഹലോ 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 കേൾക്കാൻ പറ്റുന്നില്ല. കേക്കാവോ? ഹലോ ഹലോ അതെ, ആ സൈഡിലൊന്ന് നിർത്തി. ആ, ഇവിടെ ഓക്കേ, നിർത്തി. ഹലോ ഹലോ നീ എവിടെയാ? ആ അതെ ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്ത്? നിന്റെ മറ്റേ കൂട്ടുകാരനില്ലേ ജോമോൻ, അവന്റെ അളിയനാ വിഷ്ണു. വിഷ്ണുവോ? ആ മറ്റേ എണ്ണം കിട്ടോന്നില്ലേ ആ നാറി, അവൻ ഇവിടെ വന്ന ആകെ പ്രശ്നം ഉണ്ടാക്കിയേക്കുക. എന്നിട്ട് എന്താ നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ അസോസിയേഷൻ ഒക്കെ പറയുന്നത്. എടാ ഇപ്പൊ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക ഈ സമയത്ത്? ആള് വന്നിട്ട് നിന്നെ പോലീസ് പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു. ഇവിടെ ആകെ സീനാക്കി. എടാ ഒന്ന് സംസാരിച്ചോ. ഞാൻ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി. ഞാനൊന്നൊരു കാര്യം ചെയ്യാം, ജോസ് ഏട്ടനെ വിളിച്ചിട്ട് ഒന്ന് പ്രഷർ ചെയ്യിപ്പിച്ചാലോ? ഏയ് വേണ്ട വേണ്ട, കുഴപ്പമില്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എടാ നീ ഒരു അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോക്കൂടെ? പറ്റില്ല, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം. എടാ നീ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. നീ വാ. ആ ഓക്കെ, ഓക്കെ അല്ലേ? കുഴപ്പമില്ലടാ, സാറില്ല. ശരി. എന്താ പറ്റിയേ? അതോ എന്താ പറ്റിയേ? അത് വിഷ്ണു രാവിലെ പോയി ഫ്ലാറ്റിൽ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങണം എന്നാ പറയുന്നത്. ആ, അത് മാത്രമല്ല, അന്ന് പോലീസ് പ്രശ്നമാക്കിയത് അയാൾ കണ്ടു, ഹൗസ് ഓണർ. അയ്യോ. അപ്പൊ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാനാണോ പ്ലാൻ കുറച്ച് ദിവസത്തേക്ക്? വീട്ടിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എടാളിയ നീ ഇതെങ്ങോട്ടാ? നീ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടല്ലേ? എടാ ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ഞാൻ അവരോടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരാം. എടാ ഒന്ന് പറയടാ. വേറെ സെറ്റാക്കിട്ട് ഞാൻ വിളിക്കാം. എന്താടാ പൂവല്ലേടാ? വിളിക്കാടാ. എടാ നീ ഒന്ന് പറയടാ. താൻ പോയില്ലേ? ഇല്ല. താനെ എങ്ങോട്ടേക്കാ? അറിയില്ല. ഒരു കാര്യം ചെയ്യാം, വായോ കേറ്. വാടോ, നമുക്ക് നോക്കാന്നേ. തനിക്കൊരു കാര്യം അറിയാം? എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പല പരിപാടിയും നോക്കി, പക്ഷേ ഒന്നിലും ക്ലച്ച് പിടിച്ചില്ലേ. കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. ഞാൻ മാത്രം ഇങ്ങനെ ഒരു ഗതിയും പിടിക്കാതെ ഇങ്ങനെ
അതല്ലേടോ ലൈഫ്. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ എത്തണമെന്ന് വെച്ചാൽ അതൊക്കെ നടക്കണ കാര്യമാണോ നീ? എന്നുവെച്ച് നമ്മളത് വിട്ടുകളയാനും പാടില്ല. അതൊക്കെ സമയം നടന്നോളും. താനിങ്ങനെ വിഷമിക്കാതെടോ. എടോ, തനിക്ക് വേണമെങ്കിൽ കുറച്ച് എൻ്റെ കൂടെ വന്ന് നിൽക്കാം. എൻ്റെ റൂംമേറ്റ് രമ്യ, അവൾ നാട്ടിൽ പോയി നിൽക്കുക. അപ്പം താവണെ കുറച്ച് എൻ്റെ കൂടെ കുടിക്കോ? ഏയ്, അത് തനിക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. താൻ ധൈര്യമായിട്ട് വരാം. ആടോ. ഓക്കെ. ആ ചാച്ചാ, ആ മോളെ, എന്നാ ഉണ്ട്? മോള് ഫുഡ് കഴിച്ചോ? ആ, ഇല്ലെന്ന് ഇതേ ഉണ്ടായിക്കൊണ്ടിരിക്കാനേ ഉള്ളൂ. ആണോ? ആ, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാ. ചാച്ചൻ കഴിച്ചോ? ഓ, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ചാച്ചൻ ആലീസ് വിളിച്ചായിരുന്നോ ചാച്ചാ? ഓ, ആലീസ് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു. ആണോ? എന്നാ പറഞ്ഞു വന്നിട്ട്? ഓ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആണോ? എന്നാലും ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. കഷ്ടമാ എന്റെ കാര്യം. എന്നിട്ടോ? ഒന്ന് പോയി കാണണമെന്ന് വിചാരിക്കണം. എന്നാ പിന്നെ ചാച്ചനൊക്കെ പോയിട്ട് വാ. ഓ, ഞാൻ അങ്ങനെ പെട്ടെന്ന് എങ്ങനെ ഓടിച്ചെല്ലുന്ന എങ്ങനെയാന്ന് അതൊന്നും അവർക്ക് ഇഷ്ടമായില്ല. ഇനിയിപ്പൊ എന്നാ ചാച്ചാ, അപ്പൊ പോയി നോക്കിട്ട് വാ. അപ്പൊ അറിയാലോ എന്നാന്ന്. ആ, എന്തേലും ചെയ്യാം. ആ, എന്നാ പിന്നെ മോളെ, വേറെ ഒന്നുമില്ല. ഓക്കെ ചാച്ചാ, എന്നാ ഞാനേ ഫുഡ് കഴിക്കാൻ പോകുന്നേ. വിളിക്കാട്ടോ. ആ, ശരി. ശരി എന്നാ. ചാച്ചനായിരുന്നേ വിളിച്ചേ? ആ, ചാച്ചൻ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടോ? ആടോ, ഇടയ്ക്കൊക്കെ. ശരി. ചാച്ചനോട് ഒറ്റയ്ക്കുള്ളൂ നീ. അപ്പൊ പിന്നെ ലീവ് കിട്ടി ഞാനങ്ങ് പോവും, അല്ലെ ചാച്ചനെങ്ങ് വരും. ഓ, താൻ കുറെ നാളെ നാട്ടിൽ പോയിട്ട്? ആ, കുറച്ചായി. ഫുഡൊക്കെ അസലായിട്ടുണ്ടല്ലോ. അതിന് പറയാനുണ്ടോ നീ? തൻ്റെ ഫ്രണ്ട് എപ്പോൾ വരും എന്നാ പറഞ്ഞേ? അവളെന്നെ വരത്തില്ലടോ. ഓ, ആൾക്കൊരു ജോലി കിട്ടി. ഓ. എടോ സമയേ, ഞാൻ എണീക്കുവാന്നേ. അതെ, ആ, വൈകിട്ട് വരുമ്പോൾ ലേറ്റ് ആവോ? ഞാൻ നേരത്തെ എത്താം. ആ, എടോ, താൻ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്താ ചെയ്യാ? ഇല്ല, അത് കുഴപ്പമില്ല, ഞാൻ ഓർഡർ ചെയ്തോളാം. ആണോ? ശരി എന്നാ പോയി കാണേ, വൈകിട്ട് കാണാം. ആ, ബൈ. എന്താണ് ഒരു ചിരി? ഓഹോ. സമ്മതിക്കില്ലല്ലേ? ഹലോ. അതെ,
ഇന്ന് എന്നാ വേണം സ്പെഷ്യലായിട്ട് കഴിക്കാൻ? എന്തു പറ്റി? ഇന്ന് എനിക്ക് സാലറി കിട്ടിയതേ. ആഹാ, അടിപൊളി. അപ്പൊ ഇന്നത്തെ ചെലവ് എൻ്റെ വക. അപ്പൊ പറഞ്ഞോ, എന്നെ വേണം സ്പെഷ്യലായിട്ട്? സ്പെഷ്യലായിട്ട് ആ സ്പെഷ്യലായിട്ട് താൻ എന്ത് വാങ്ങിക്കോ? പിന്നെ വേണമെങ്കിൽ എന്റെ വീറും ആവാം. ആയിക്കോട്ടെ, സെറ്റാക്കാം. ആണോ? ആ അപ്പൊ വൈകിട്ട് കാണാം. കാണാം. ശരി, എന്ന് പോയി. ഓക്കെടാ, ബൈ. ഓക്കെ. താനിപ്പോ വന്നിട്ട് കുക്ക് ചെയ്യൂലേ? പിന്നല്ല, കുക്കിങ്ങും മ്യൂസിക്കും അതല്ലേ നമ്മുടെ മെയിൻ. പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞാനും ജോമോനും സ്കൂളിനടുത്തുള്ള രഘുവേട്ടൻ്റെ തട്ടുകടയിൽ പോകും. അവിടെ വൈകിട്ടേ ഈ കല്ലുമ്മക്ക പൊരിച്ചു പഴംപൊരിയും ഓഫ് ഒരേ പൊളി. അവൻ ഡെയിലി എന്നെ കൂട്ടി പോകുന്നേ. പിന്നെ എനിക്കത് പറ്റാത്ത അവസ്ഥയായി. പിന്നെ നാടുവിടേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് അങ്ങോട്ട് തുടങ്ങി. അത് കൊള്ളാം. അപ്പൊ താനും ജോമനും സ്കൂൾ തൊട്ടേ ഫ്രണ്ട്സ് ആണല്ലേ? സ്കൂളോട്ട് മാത്രമല്ലെന്നേ, ഞങ്ങള് ഒരേ പള്ളിക്കാരല്ലേ. അപ്പൊ അങ്ങോട്ട് പരിചയം. അല്ല, താനും കീർത്തി എങ്ങനെ ഫ്രണ്ട്സ് ആയത്? ഞങ്ങളുണ്ടല്ലോ +1 +2 തൊട്ട് ഒരുമിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. പക്ഷെ വിറ്റ് എന്നാന്ന് വെച്ചാൽ +1 വെച്ചാൽ ഞാനും കീർത്തിമാരേക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ കുറച്ച് പഠിപ്പായിരുന്നേ. പിന്നെ പുസ്തകം പഠിത്തമൊക്കെ ആയിട്ട് അങ്ങ് പോയി. പിന്നെ +2 വെച്ചിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്തപ്പം അവൾ എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊട്ട ചങ്സായി. മെയിനായിട്ട് ഞങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ ബുക്സ് വായിക്കലായിരുന്നു. അത് ഈ ഫിക്ഷൻ ബുക്സ് ഭയങ്കര ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ലൈബ്രറി പോവും, സെയിം ബുക്സ് തന്നെ എടുത്തുകൊണ്ട് വരും, ഒരുമിച്ചിരുന്ന് വായിക്കും. അങ്ങനെയായിരുന്നു പരിപാടി. പിന്നെ ഞങ്ങൾക്ക് വേറെ ക്രേസ് ഉണ്ടായിരുന്നേ. ഈ മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സ്ട്രീറ്റിലെ അവിടെ ശാന്തിലാൽ സ്വീറ്റ്സ് ഉണ്ട്. അതൊരു അടിപൊളി സ്വീറ്റ്സ് കടയാണ്. അവിടെ മെയിൻ ആയിട്ടുണ്ടല്ലോ ഈ മഞ്ഞ ജിലേബി കിട്ടും, നല്ല ഫ്രൈ ചെയ്ത് നല്ല കിട്ടില്ല സാധനം. എന്റെ പൊന്നിടാവ, എന്റെ ടേസ്റ്റ് ആണെന്നറിയോ. ഓഹ്, അത് ഞങ്ങൾ ഇങ്ങനെ പാക്കറ്റ് സഹിതം വാങ്ങി റൂമിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ബുക്ക് വായിക്കും, ഇത് കഴിക്കും. ഇതാ ഞങ്ങളുടെ മെയിൻ പരിപാടി. അടിപൊളിയായിരുന്നു. താനിപ്പോ ജിലേബിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കും ഒന്ന് കഴിച്ചാലോന്നുണ്ട്. നമുക്കൊന്ന് സെറ്റ് ആക്കിയാലോ? ഉറപ്പായിട്ട്. ഇവിടെ തീർന്നിരിക്കാം, നമുക്ക് പോയി വാങ്ങാം. എന്നാ വരുന്ന സൺഡേ സെറ്റ്. വെറുതെ അല്ല ജോമോനും കീർത്തിയും സെറ്റായത്. രണ്ടും തീറ്റി പണ്ടാരങ്ങളല്ലേ, പിന്നെ എങ്ങനെയാ? അത് ശരിയാ. താനെന്തായാലും ഇങ്ങടേക്ക് ഷിഫ്റ്റ് ചെയ്ത് നന്നായി. അല്ലേ, എനിക്കിടയ്ക്ക് നിന്ന് വായിക്കരുച്ചുള്ള കഴിക്കാലോ. അപ്പൊ ഇത് സ്ഥിരമാക്കാനാ പ്ലാൻ? എൻ്റെ മൂഡിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ മാറുവേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? യെസ്. ഓ, അല്ല, തനിക്ക് എന്താ മ്യൂസിക് ഇത്ര പാഷൻ? മ്യൂസിക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട്. നമുക്കേ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലേ? എൻ്റെ ലൈഫിൽ പല ഡിപ്രസിങ് സിറ്റുവേഷൻസ് വരുമ്പോഴും ഈ ചാർജ് തീർന്നു പോകുമ്പോഴും ഞാൻ റീചാർജ് ചെയ്യുന്നത് മ്യൂസിക്കിലൂടെയാണ്. പിന്നെ മ്യൂസിക്കിലൂടെ ഞാൻ മാത്രമല്ലല്ലോ, കേൾക്കുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ഒരു കിറുക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ ഇല്ല. ആ എടോ, തൻ്റെക്ക് എന്ത് വലിയ ലോക. എൻ്റെ ഉണ്ടല്ലോ ഒരു ചെറിയ ലോക. ഞാനും ചാച്ചനും. എൻ്റെ കുഞ്ഞിലെ തന്നെ അമ്മ മരിച്ചതാണേ. അപ്പം ചാച്ചരിക്കും കുറേ കഷ്ടപ്പെട്ട് വളർത്തിയേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചാച്ചയുടെ ഹാപ്പിനെസ് അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചു, നല്ല ജോലി വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ ചാച്ചയുടെ ഹാപ്പിനെസ് അതാണ് എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ലോകം. തനിക്ക് ഞാനൊരു കാര്യം കേൾപ്പിച്ചു തരാം.
തണുവായി നീ എന്നിൽ പെയ്യാൻ കാതോർക്കുന്നേ ഞാൻ. മഴമേഘം വിണ്ണിൽ മുത്തം നൽകും പോലെന്നും നിനവേ നിനവേ നിന്നിൽ എന്നെ കണ്ടേ ഞാൻ. അലയിൽ അലയും പൊൻതൂവൽ പോലെ നിലവായി നിഴലായി എന്നോളം ഞാൻ വന്നില്ലേ. മൃദുവാം നിഴലിൽ സ്നേഹം ചൊരിയൂ നീ. പറയാതെ എന്നും നാം എങ്ങോ മെല്ലെ പോയി. പദതാളം പോലും ഇന്നിൽ സംഗീതം. അറിയാതിന്നിൽ ഞാനിതാ നിന്നെ താനേ തേടുന്നേ. പറയാതിന്നെങ്ങു പോകിലോ പൊന്നേ. കടവത്തായി മിന്നിമായുമാ കാറ്റോ നമ്മെ പുണരുന്നേ. അനുരാഗം താനേ മൂളും നേരം വരവായേ. എന്നരികെ ഞാൻ നീനച്ചിടവേ. നീലാമലരെ നീ അണഞ്ഞിടുമോ. നിനവേ നിനവേ നിന്നിൽ എന്നെ കണ്ടേ ഞാൻ. അലയിൽ അലയും പൊൻതൂവൽ പോലെ നിലവായി നിഴലായി എന്നോളം ഞാൻ വന്നില്ലേ. മൃദുവാം നിഴലിൽ സ്നേഹം ചൊരിയൂ നീ. കഥ പോലെ എന്നും കനവാകെ പുൽകുന്നേ. അറിയാതെ ഉള്ളിൽ നീ വന്നു ചേക്കേറി. അഴകേ നീ മഴവില്ലിൻ ചേലോടെ ഉയരാലേ എന്നുള്ളം കവരുന്നേ. തണുവായി നീ എന്നിൽ പെയ്യാൻ കാതോർക്കുന്നേ ഞാൻ. മഴമേഘം വിണ്ണിൽ മുത്തം നൽകും പോലെന്നും നിനവേ നിനവേ നിന്നിൽ എന്നെ കണ്ടേ ഞാൻ. അലയിൽ അലയും പൊൻതൂവൽ പോലെ നിലവായി നിഴലായി എന്നോളം ഞാൻ വന്നില്ലേ. മൃദുവാം നിഴലിൽ സ്നേഹം ചൊരിയൂ നീ. നീ എന്തിവിടെ? എടി അത് അവന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു. അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട വന്നു. അവൻ വേറെ ജോലിയൊക്കെ നോക്കുന്നുണ്ട്. അവൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, പിന്നെ ജോലി കിട്ടി അങ്ങ് പൊക്കോളും. വൃത്തിയോടുകൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ടോ അതാണ്. എന്നിട്ട് നീ എന്തിനോട് പറയാഞ്ഞേ? എടാ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ നീ എന്താ വിചാരിക്കുന്നു വിചാരിച്ചിട്ട്. അത് ശരിയാ, ഞാൻ പലതും വിചാരിക്കൂല. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. അതെ ഞാൻ നിനക്കിനോട് പറയാറില്ല. ക്ഷമിക്കളിയാ എന്താ ഇങ്ങനെ. അതൊക്കെ പോട്ടെ. ചാച്ചൻ അറിയോ ഇതൊക്കെ? ഈ അറിയാൻ പാടില്ല. ചാച്ചൻ അറിഞ്ഞെന്നെ കൊല്ലും. അപ്പൊ ചാച്ചൻ അറിയാതുള്ള പരിപാടിയാ? ചെറുതായിട്ട്. നിനക്ക് അവൻ ഇഷ്ടാണോ? അങ്ങനെയൊന്നുമല്ലടി, ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ. എനിക്ക് അങ്ങനെയൊന്നും. സത്യം പറ, എത്ര കാലമായി ഇതിനെ ഞാൻ കാണുന്നത്? എടി അങ്ങനെ ചോദിച്ചാ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നിട്ട് നീ അവനോട് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, പറയണം. എന്നാ ഞാൻ പറയാം. അയ്യോ നീ പറഞ്ഞു കൊളാക്കല്ലേ, ഞാൻ സമയമാകുമ്പോ പറഞ്ഞോളാം. ഓ എന്നാ നീ ജ്യൂസ് എടുക്ക്. ആ ശരി. ഡാ നിങ്ങൾ തമ്മിൽ എന്താ? എന്ത്? നിനക്ക് അവളെ ഇഷ്ടാണോ? ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. എടാ നിനക്കറിയാലോ എന്റെ കാര്യം. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോവും. പോയാ മതി. കുടിക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. അതായത് ഇനിയിപ്പോൾ രണ്ടു വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. 25-ാം തീയതി ഇവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും വരണം. വീട്ടിൽ വെച്ചിട്ട് പരിപാടി. ഫാമിലി എല്ലാവരും ഉണ്ട്. നമ്മുടെ ടീമൊക്കെ ഉണ്ടോ? ടീം എല്ലാവരും ഉണ്ട്. അപ്പം സാറും വരണം. നേരത്തെ എത്തിക്കോണം രണ്ടുപേരും കേട്ടോ. പിന്നെന്താ, നേരത്തെ പോണം നമുക്ക്. ഞങ്ങളെ ഇറങ്ങാണ്. ഇറങ്ങുവാണോ? ചേക്കപ്പേൻ്റെ വീട്ടിലൊന്ന് കാരണം.
ഓ പരിപാടികൾ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. എന്നാ പോട്ടെ. പോവാം. പോട്ടെ. ശരി. ഓക്കെടാ. ഏകദേശം ഒരു 100 പേരെങ്കിലും കാണുമായിരിക്കും. 100 പേരോ? കല്യാണത്തിന് ഒരു 10 പേരല്ലേ ഉണ്ടായുള്ളൂ. കല്യാണത്തിന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. 100 പേരൊക്കെ വേണോ? വേണം. 100 പേരെങ്കിൽ 100 പേര്. പിന്നല്ലേ സൂസനോട് ഒരു കാര്യം പറഞ്ഞു. സൂസന് സോളമനോട് ചെറിയൊരു താല്പര്യമുണ്ട്. എന്താന്ന്? സൂസന് സോളമനോട് ചെറിയൊരു താല്പര്യമുണ്ട്. എന്താന്ന് പറഞ്ഞേ? എടാ മണ്ട, ഞാൻ അവിടെ വെച്ച് അവളോട് ചോദിച്ചായിരുന്നു. അവൾക്ക് സോളമൻ ഇഷ്ടാന്നാ പറഞ്ഞേ. നീ നൈസായിട്ട് സോളമന്റെ മനസ്സിൽ എന്താന്ന് ചോദിക്കേ. പറ്റുവാണെങ്കിൽ നമുക്ക് അവർ സെറ്റാക്കാം. അത് വേണോ? അത് വേണം. ഞാൻ പെട്ടത്. ഓഹോ, എനിക്കെന്നപ്പോ കുഴപ്പം? ഒരു കുഴപ്പമില്ല പൊന്നെ. ജേക്കപ്പേന്റെ വീട്ടിലേക്കല്ലേ? അതെ. സിംഗിൾ പസംഗി ആയാ മതിയായിരുന്നു. പോ. പിന്നെ എന്തൊക്കെയുണ്ട്? അല്ല, ഒന്ന് ക്ഷീണിച്ച പോലൊക്കെ തോന്നുന്നുണ്ട്. പുതിയ വെറുതെയൊക്കെ അങ്ങനെ പോണ്. ഓ കുഴപ്പമില്ല. അതൊരു താല്പര്യമില്ലാത്തവരാണല്ലോ. അതൊക്കെ പോട്ടെ. കീർത്തി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഒരു കാര്യം, സൂസനെ പറ്റി. സൂസനെ പറ്റി എന്ത്? അല്ല, നീ കാര്യം സൂസന് തന്നെ ഇഷ്ടമാണ്. ഓ, അപ്പൊ അതിനകത്ത് സാറിന്റെ തീരുമാനം എന്താന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നത്. സാറിന് അങ്ങനെ ഇഷ്ടമാണോ? എനിക്കെന്ത്? അല്ല, അങ്ങനെയാണ് ഇഷ്ടമാണോ? അല്ലാതെ ചുമ്മാ പൊറു തുടങ്ങൂല്ലോ. അതൊന്നും ശരിയാവില്ലടാ. അതിന്റെ പ്രശ്നം? നിനക്ക് എന്നെ കുറിച്ചെല്ലാം അറിയാവുന്നല്ലേ? നിന്നെ കുറിച്ച് അറിയാവുന്നോണ്ടാണല്ലോ ഞാൻ ചോദിക്കണത്. യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ എത്രയായി നിനക്കറിയാം. അതിന്റെ ഇടയ്ക്ക് അവളൂടെ വന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ആയിപ്പോ. അപ്പൊ കൂടെ പൊറുതു പണിയെന്ന് തോന്നിയില്ല? ചിരിക്കണ. അപ്പൊ താല്പര്യം ഇല്ല എന്നാണ് പറയണത്? അത് താല്പര്യം ഇല്ല എന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. അതാണ്. ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും ചെയ്യണം, കഷത്തിരിക്കുന്നത് പോവുകയും ചെയ്യരുത്. അതാണ് ലൈൻ. ഏറെക്കുറെ ആ ലൈൻ തന്നെ. എന്നിട്ട് 2 അടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് മോങ്ങിയേക്കരുത്. ആരടിക്കുന്നു? ആരെടുത്ത് വരുന്നു? ഞാനതൊക്കെ വിട്ടു. ഏത് വിട്ടുന്ന്? വെള്ളം വിട്ടോ നീ? അല്ല, അങ്ങനെയല്ല, മോങ്ങണ കാര്യം വിട്ടുന്നു. മോങ്ങണ കാര്യം. ഹലോ. എവിടെയാടി? ഞാൻ എന്താ വീട്ടിലുണ്ടല്ലോ. എന്താ പരിപാടി? വെറുതെ ഇരിക്കുക. എടാ, എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാണ്ട്. നീ നമ്മുടെ സ്പോട്ടിലോട്ടൊന്ന് വരോ? എന്നാ പറ്റി? നേരിട്ട് പറയാം, നീ വാ. നീ കാര്യം പറയാ, എന്നെ എത്ര അത്യാവശ്യം? അത് നേരിട്ട് പറയാനുള്ള കാര്യം, നീ വാ. ഓക്കെ, വരാം. എപ്പോഴാ വരണ്ടേ? നീ ഒരു 6 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ശരിടാ. നീ വെറുതെ അവൻ്റെ പുറകെ നടന്ന് സമയം കളണ്ടെന്ന് ഞാൻ പറയൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് മെയിൻ പ്രോബ്ലം. നിനക്ക് അവനോടൊന്ന് സംസാരിച്ചൂടെ? എടി എനിക്ക് അവനോട് പറയാൻ പറ്റുമെന്ന് തോന്നല്ല. എന്താ? അത് ശരിയാവില്ല. എന്നാ പിന്നെ ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ സപ്പോർട്ടാണ്. എനിക്കറിയാം. എടി, എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങുക. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ എന്നാൽ പൊക്കോട്ടെ.
ചാച്ചനാ. ആ ചാച്ചാ. ആ മോളെ എന്നെ എടുക്കുവാ. ഓ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങ് എത്തിയോളന്നേ. ആ മോളെ ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ ആ പുറവങ്കരയിലെ ലീലാമ്മ ചേട്ടത്തി വന്നായിരുന്നു. ഓ അവര് നേരത്തെ ഒരു കല്യാണക്കാരും പറഞ്ഞില്ലായിരുന്നോ? ഞാൻ മോളോടൊന്ന് ചോദിച്ചയച്ച് മറുപടി പറയാന്ന് വെച്ചാ. ഹാ ചാച്ചാ, നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നേ. അപ്പൊ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ. അപ്പൊ ഞായറാഴ്ച അവരെ വിളിക്കാം. മോള് വരികയല്ലേ? ഓ ഞാൻ എത്തിയേക്കാം. ശരി അച്ഛാ. ഓക്കെ. ശരി മോളെ. എന്തായിരുന്നു? ഞാനേ അടുത്ത ആഴ്ച ഒന്ന് നാട്ടിൽ പോകുന്നുണ്ടേ. ആ. എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. Cheers. പതുക്കെ. എടാ എന്താടാ? എടാ പതുക്കെ കുടിക്കണം, മതിടാ. എന്താ നിന്റെ പ്രശ്നം എന്താ? ഇന്ന് ഫുൾ മൂഡ് ഓഫാ. എന്താ കാര്യം പറ. സൂസനില്ലേ? ഉണ്ട്. അവളെ കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. അതിന് നിനക്കെന്താ? എടാ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ആ പട്ടി ഇഷ്ടമാണ്. എടാ തെണ്ടി, നീ അന്ന് എന്തൊക്കെയാ പറഞ്ഞ? യൂണിവേഴ്സിറ്റി മ്യൂസിക് മാങ്ങ തേങ്ങന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു അവള് കല്യാണം കഴിച്ചു പോകാൻ ഞാൻ പറഞ്ഞ. അതിന് എടാനോട് കല്യാണം ആലോചിച്ചല്ലേ ഉള്ളൂ. അവള് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. താല്പര്യമുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരിക്കും ഇഷ്ടമാന്ന് പറഞ്ഞത്. പിന്നെ അവള് ഓക്കെയാടാ. അവള് ഹാപ്പിയാടാ. അല്ലെങ്കിൽ അവള് ഓക്കെ പറയോ? എടാ നീ ഇതൊക്കെ എന്നോട് വേണ്ട, അവളോട് പോയി പറയാന്ന്. ശരിയാവില്ലടാ. എനിക്ക് കുറച്ച് സമയം മതിയായിരുന്നു ഒന്ന് സെറ്റിലായിട്ട് പറയാം. എടാ മതിടാ മതി. നീ വണ്ടി ഓടിച്ചല്ലോ പോണേ. നീ വണ്ടി ഓടിച്ചല്ലോ പോണേ. മതി മതി. എടാ മതിടാ. കുഴപ്പമില്ല. എന്തു കുഴപ്പമില്ല. അപ്പൊ ഞാൻ തുടിയും. കുടിക്കത് പറയണ്ടായിരുന്നു. ഇവനെ കൊണ്ട് നീ അടിച്ചിട്ടുണ്ടല്ലേ? കഴിക്കാൻ ഫുഡ് എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. Happy birthday to you. Happy birthday to you. Happy birthday dear Kirti. Happy birthday to you. Yay! Happy birthday. Thank you. എന്താ മോനെ? എടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു.
ഇനി ഒരു 2 മാസത്തിനുള്ളിൽ പോകേണ്ടി വരും. കങ്കാസ് മോനെ. പക്ഷേ അതിൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടേ പേപ്പർ വർക്സിന് ഞാൻ നാളെ നാട്ടിലേക്ക് ഇരിക്കേണ്ടി വരും. ഇത്ര ഉടന്നു കുറച്ച് നേരത്തെ ആയിപ്പോയ പോലെ. പക്ഷേ അപ്പോൾ കാണാം. പറഞ്ഞ പോലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നീ പോവാണ്. പോയല്ലേ പറ്റൂ. അപ്പോൾ സൂസൻ ശരി. വണ്ടി വരാൻ എത്ര ടൈമുണ്ട്? ആ വണ്ടി 10 മിനിറ്റ്. ഓ